നമ്മുടെ നാട്ടിലെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. മേയറോ MLA ആരുമാകട്ടെ, മറ്റൊരാൾ നിയമം ലംഘിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? നിങ്ങൾ നിയമം നടപ്പാക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ പോലീസും കോടതിയും? KSRTC ബസ്സിന് കുറുകെ കാറിട്ട് യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടും മേയറെയും കുടുംബത്തെയും ന്യായീകരിക്കുകയാണ് പോലീസ്. മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമെന്നാണ് പോലീസിന്റെ വാദം. ഡ്രൈവർ തെറ്റു ചെയ്തെങ്കിൽ നടപടി സ്വീകരിക്കണം, പക്ഷേ അത് ഏകപക്ഷീയമാകരുത്. മേയർ ആര്യ രാജേന്ദ്രന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനിടെ മേയർക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. റോഡിലെ തർക്കത്തിൽ KSRTC ഡ്രൈവർ യദു കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പരാതി നൽകിയിട്ടും മേയർക്കും സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഡ്രൈവറുടെ ആരോപണം. അതേസമയം ഡ്രൈവർ മോശമായി പെരുമാറിയതുകൊണ്ടാണ് ബസ് തടഞ്ഞതെന്നാണ് പോലീസിന്റെ നിലപാട്. വിഷയത്തിൽ സാഹചര്യ തെളിവുകൾ പരിശോധിക്കാനാണ് പോലീസ് നീക്കം. അശ്ലീലാംഗ്യം കാണിച്ചുവെന്ന മേയറുടെ പരാതിയിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും ശ്രമമുണ്ട്. ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അനുമതി തേടി കന്റോൺമെന്റ് പോലീസ് തമ്പാനൂർ യൂണിറ്റ് ഓഫീസർക്ക് കത്ത് നൽകി. ബസ്സിന് അകത്തും പുറത്തുമായി 3 ക്യാമറകളാണുള്ളത്. ബസ്സും മേയർ സഞ്ചരിച്ച കാറും മത്സരിച്ചോടിയെന്ന് പറയപ്പെടുന്ന പട്ടം മുതൽ പാളയം വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് നീക്കം. സംഭവത്തിൽ സാക്ഷിമൊഴികളും പോലീസ് തേടും. അതേസമയം മേയർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. ഡ്രൈവർ യദുവിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടനകളും പ്രതിഷേധത്തിലാണ്. മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു വിഷയത്തിൽ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കണം. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്പോര് ബഹളത്തിലെത്തി. തുടർന്ന് BJP കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. വൈകാരികമായിരുന്നു മേയറുടെ വിശദീകരണം. താനും സഹോദരനും ഒരുമിച്ചുള്ള ചിത്രത്തിന് കീഴിൽ അസഭ്യ കമന്റുകൾ നിറഞ്ഞിട്ടും ആരും പ്രതികരിച്ചില്ല. കുറ്റക്കാരാരാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്നും മേയർ പറഞ്ഞു. ഈ അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ ഒരു പക്ഷേ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി ഞാനൊരു പ്രയാസത്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, അതിനപ്പുറം എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരൻ്റെ ഭാര്യ, മറ്റൊരു സഹോദരൻ, എൻ്റെ ഭർത്താവ് അടങ്ങുന്ന എൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.